മനോഹറും മധുവും പച്ചക്കറികൾ വിതയ്ക്കുകയായിരുന്നു. അവരുടെ വീട്ടിന് പുറത്ത് തന്നെ ഒരു ചെറിയ തോട്ടം ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം വ്യത്യസ്തമായ പച്ചക്കറികൾ നമ്മൾ നട്ടിട്ടുണ്ട്. അതെ മധു, ഈ പ്രാവശ്യം ഞാൻ ആദ്യമായിട്ട് കുമ്പളങ്ങയാണ് വിതച്ചിരിക്കുന്നത്. പച്ചക്കറികളൊക്കെ പെട്ടെന്ന് വിളഞ്ഞാൽ നമുക്ക് നല്ല ലാഭം കിട്ടും ചേട്ടാ. അതെ, അതിനു മുമ്പ് ഈ പയറുകളൊക്കെ നമ്മൾ നന്നായിട്ട് സൂക്ഷിച്ച് നോക്കണം. അതെ, അത് ശ്രദ്ധിച്ചല്ലേ പറ്റൂ. ഞാൻ വെള്ളം ഒഴിക്കാൻ പോകുന്നു. അവർ രണ്ടുപേരും ആ കൃഷിത്തോട്ടം വളരെ നല്ല രീതിയിൽ പരിപാലിച്ചു. ഈ കൃഷി മാത്രമാണ് അവരുടെ ഒരേ ഒരു വരുമാന മാർഗമായിരുന്നത്. പതുക്കെ പതുക്കെ ചെടികളിൽ പച്ചക്കറികൾ വളരാൻ തുടങ്ങി. ഇത് കണ്ട് അവർ രണ്ടുപേരും ഒരുപാട് സന്തോഷിച്ചു. പക്ഷെ ഒരു ദിവസം മധു ശ്രദ്ധിച്ചു, അവരുടെ വീട്ടിൽ പലവ്യഞ്ജന സാധനങ്ങളൊന്നും തന്നെ ഇല്ലായിരുന്നു. ചേട്ടാ, നമ്മുടെ വീട്ടിൽ പലവ്യഞ്ജന സാധനങ്ങളൊന്നും തന്നെ ഇല്ല. ഇന്ന് ഒരു ദിവസത്തേക്കേ ഉള്ളൂ. ശരി, അങ്ങനെയാണോ? ശരി, അതൊന്നും പ്രശ്നമില്ല. ഞാൻ കുറച്ച് കായ്കറികൾ വിറ്റിട്ട് അത് മാർക്കറ്റിൽ കൊടുത്തിട്ട് വാങ്ങിട്ട് വരാം. ശരി ചേട്ടാ. അന്ന് രാത്രി അവർ രണ്ടുപേരും ഉറങ്ങിയതിനു ശേഷം വളരെ ശക്തമായി മഴ പെയ്യാൻ തുടങ്ങി. മഴയോടുകൂടെ തന്നെ കൊടുങ്കാറ്റും അടിക്കാൻ തുടങ്ങി. മഴ ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി. പെട്ടെന്ന് ഇടിയിടിക്കുന്ന ശബ്ദം കേട്ട് മധു എണീറ്റു. മഴയുടെ ശബ്ദം അവൾ കേട്ടു. എന്നിട്ട് അവൾ തന്റെ ഭർത്താവിനെ ഉണർത്താൻ ശ്രമിച്ചു. ചേട്ടാ, എണീക്കൂ, എണീക്കൂ, പുറത്ത് കൊടുങ്കാറ്റ് വീശുന്നുണ്ട്. എന്ത് പറ്റി മോളെ? അതെ, അവിടെ ശബ്ദം കേൾക്കൂ. മനോഹർ കതകു തുറന്നു നോക്കിയപ്പോൾ, എന്റെ ദൈവമേ, കാറ്റ് എങ്ങനെ വീശുന്നു! മധു, ചെടി വേരുകളോടെ എല്ലാം പുറത്തേക്ക് വന്നു മോളെ. അല്ല, നിങ്ങൾ പെട്ടെന്ന് അകത്തേക്ക് വരൂ. മനോഹർ വീട്ടിനകത്തേക്ക് വന്നു. എന്നിട്ട് കതക് ചാരിയിട്ടു. എന്റെ ദൈവമേ, നമ്മൾ ഇപ്പോൾ എന്ത് ചെയ്യാനാ? വീട്ടിൽ ഒരു സാധനങ്ങളും ഇല്ല. ഇപ്പോൾ നമ്മൾ പട്ടിണി കിടക്കേണ്ടി വരും. അയ്യോ ദൈവമേ, എന്റെ കഷ്ടപ്പാടൊക്കെ എല്ലാം വീൺപോയല്ലോ. ഞാനിപ്പോ എന്ത് ചെയ്യും? എന്ത് ചെയ്യാനാ? കരയില്ലേ മധു, തീർച്ചയായിട്ടും എന്തെങ്കിലും നല്ലതേ നടക്കുള്ളൂ. നമ്മൾ എന്തായാലും പട്ടിണിയായിട്ട് ഉണ്ടാവില്ല. നീ പേടിക്കണ്ട മോളെ. ഈ ഭയങ്കരമായ മഴ കാരണം അവരുടെ കൃഷി മുഴുവൻ നശിച്ചു കാണുമെന്നാണ് അവർ കരുതിയത്. അങ്ങനെ നേരം വെളുത്തു. മഴയും പതുക്കെ നിന്നു. പുയൽക്കാറ്റ് വീശുന്നതും നിന്നു. എല്ലാം തന്നെ നിശബ്ദമായി. മനോഹരും മധുവും അവരുടെ തോട്ടത്തിലേക്ക് വന്നു നോക്കി. ഇവിടെ ഉണ്ടായിരുന്നതെല്ലാം നശിച്ചുപോയി ചേട്ടാ. ഈ കുമ്പളങ്ങ ഒഴിച്ചു മോളെ. അവരുടെ കണ്ണിന് മുൻപിൽ ഒരു വലിയ കുമ്പളങ്ങ മാത്രം കണ്ടു. എനിക്ക് തോന്നുന്നു നമുക്കിത് വിറ്റാൽ ഒരുപാട് കാശൊന്നും കിട്ടില്ല. ഇതെന്തുകൊണ്ട് നമ്മൾ വീട്ടിൽ തന്നെ വെച്ചുകൂടാ? കുറഞ്ഞത് ഈ കുമ്പളങ്ങ വെച്ച് കുറച്ചു ദിവസത്തെ വീടിന്റെ പാടെങ്കിലും കഴിച്ചു കൂട്ടാം. അതും ശരിയാണ്. ശരി, വാ, നമുക്കിത് അകത്തേക്ക് കൊണ്ടുപോവാം. മനോഹർ ആ വലിയ കുമ്പളങ്ങ എടുത്തു. രണ്ടുപേരും വീട്ടിലേക്ക് നടന്നു പോയി. മനോഹർ ആ കുമ്പളങ്ങ അവരുടെ അടുക്കളയിൽ കൊണ്ടുവച്ചു. ആ കത്തി എടുത്തതാ മോളെ. മധു കത്തിയെടുത്ത് മനോഹറിന്റെ കയ്യിൽ കൊടുത്തു. മനോഹർ ആ വലിയ കുമ്പളങ്ങ കത്തി കൊണ്ട് കീറിയതും തന്നെ അതിനകത്തു നിന്നും ഒരു കുഞ്ഞു കരയുന്ന ശബ്ദം അവർക്ക് കേട്ടു. എന്താ ഇത്? ഒന്ന് പതുക്കെ വെട്ടു ചേട്ടാ. മനോഹർ വളരെ ശ്രദ്ധിച്ച് ആ കുമ്പളങ്ങ കീറി മുറിച്ചു. അപ്പോൾ അതിനകത്ത് ഒരു കൊച്ചു കുഞ്ഞുള്ളത് അവർ ശ്രദ്ധിച്ചു. എന്റെ ദൈവമേ, ഈ കുമ്പളങ്ങയിൽ എങ്ങനെയാ ഒരു കുഞ്ഞ്? ഇത് എന്തായാലും വിചിത്രമാണ്. എങ്ങനെയുണ്ടാവും? അതെ, കുഞ്ഞിന് വിശക്കുന്നെന്ന് തോന്നുന്നു. കൊച്ചിന് കുറച്ച് പാല് കൊണ്ടുപോവാ മോളെ. വീട്ടിൽ പാല് പോലും ഇല്ല. ഞാൻ അടുത്ത വീട്ടിൽ ചെന്ന് ചോദിച്ചു നോക്കാം. അതുവരെ നിങ്ങൾ ഇവനെ ശ്രദ്ധിച്ചോണേ. മധു പാൽ വാങ്ങാനായി അടുത്ത വീട്ടിലേക്ക് ചെന്നു. മറുവശത്തെ മനോഹർ കുഞ്ഞിനെ പരിപാലിച്ചു കൊണ്ടിരുന്നു. പക്ഷേ ഈ കുമ്പളങ്ങിന്റെ ഉള്ളിൽ എങ്ങനെയാണ് കുട്ടി വന്നത്? തീർച്ചയായിട്ടും ഇതൊരു സാധാരണ കുട്ടിയല്ല. ഇത് എന്തായാലും ഒരു അതിശയ കുട്ടിയാണ്. കുറച്ചു സമയത്തിനകം മധു പാലുമായി തിരിച്ചെത്തി. മധു ആ കുഞ്ഞിന് പാല് നൽകിയതും തന്നെ ഉടനെ ആ കുട്ടിയുടെ കയ്യിൽ നിന്നും സ്വർണ്ണ കാശുകൾ മഴ പോലെ പൊഴിയാൻ തുടങ്ങി. സ്വർണ്ണ കാശുകൾ കണ്ടതും മനോഹരും മധുവും സ്തംഭിച്ചു പോയി. ഇതൊന്നും സ്വപ്നമല്ലല്ലോ. ഇല്ല, ഇതൊക്കെ നേരാണ്. ഈ കൊച്ചൊരു സാധാരണ കൊച്ചല്ല. ഇതൊരു മായമന്ത്രം അടങ്ങിയുള്ള ഒരു കൊച്ചാണ്. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യാനാ? ഈ കൊച്ചിന്റെ അച്ഛനമ്മ വരുന്നവരെ നമ്മൾ ഈ കൊച്ചിനെ നന്നായിട്ട് നോക്കണം. പിന്നെ ഈ സ്വർണങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യാനാ? ഇത്രയും കൊല്ലം നമ്മൾ പാവപ്പെട്ടവരായിരുന്നു. ഇപ്പൊ ഇത്രയും സ്വർണം കൊണ്ട് നമുക്ക് പൈസക്കാരാവാൻ പറ്റും. അതുമാത്രമല്ലാതെ മറ്റവർക്ക് നമ്മൾ സഹായം ചെയ്യണം. നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ്.
പാവപ്പെട്ടവരുടെ കഷ്ടം എന്താണെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. അവർ രണ്ടുപേരും ആ കുഞ്ഞിനെ വളരെ നന്നായി ശ്രദ്ധിച്ചു. ആ സ്വർണം വിറ്റ് കിട്ടുന്ന കാശുകൊണ്ട് രണ്ടുപേരും ചേർന്ന് പാവപ്പെട്ട ജനങ്ങളെ സഹായിച്ചു. അവർ ദിവസവും പാവപ്പെട്ട ജനങ്ങൾക്ക് ആഹാരം നൽകി. ആ ദൈവം നിനക്ക് എപ്പോഴും നല്ലതേ ചെയ്യുമോളെ. വളരെ നന്ദി ചേട്ടാ. നന്ദിയുണ്ട് ചേട്ടാ. മനോഹരും മധുവും മറ്റുള്ളവരെ സഹായിക്കുന്നതിൽ വളരെയധികം സന്തോഷിച്ചു. ഒരു ദിവസം രാത്രി എന്ത് സംഭവിച്ചെന്നാൽ രണ്ടുപേരും സംസാരിച്ചു കൊണ്ടിരുന്നു. അപ്പോഴാണ് അവരുടെ വീട്ടിനു പുറത്തായി ഒരു കള്ളൻ അവർ ഉറങ്ങുന്നതും കാത്ത് അവിടെ നിന്നത്. കുറച്ചു ദിവസത്തിനു മുമ്പേ നമ്മൾ ആഹാരത്തിന് പോലും വഴിയില്ലായിരുന്നു. ഇപ്പോൾ നമ്മൾ പാവപ്പെട്ടവർക്ക് ആഹാരം നൽകുന്നു. ഇതിനെല്ലാത്തിനും കാരണം ഈ അതിശയമായ കൊച്ചല്ലേ. എല്ലാം ദൈവം. ഈ കുട്ടിക്ക് നമ്മൾ പാൽ നൽകിയാൽ അതിന്റെ കയ്യിൽ നിന്നും സ്വർണം കിട്ടുന്നുണ്ട്. ഇക്കാര്യം മറഞ്ഞിരുന്ന കള്ളൻ കേട്ടു. ഇതാണോ കാര്യം? ഈ ചെറിയ കൊച്ചു ഒരു അതിശയ കൊച്ചാണല്ലേ. എന്നാ ഈ കൊച്ചു എനിക്ക് കിട്ടിയാൽ ജീവിതം മുഴുവനും എനിക്ക് കക്കേണ്ട ആവശ്യമില്ല. ഇവരുടെ അടുത്തുള്ള സ്വർണം കക്കുന്നതിന് ബദല് നമ്മൾ ആ കൊച്ചിനെ തന്നെ കട്ടാലോ. ആ കള്ളൻ അവരുടെ വീട്ടിന്റെ വാതിലിൽ തന്നെ ഇരുന്നു. അങ്ങനെ അവൻ മധുവും മനോഹറും ഉറങ്ങുന്നതുവരെ കാത്തിരുന്നു. കുറച്ചു സമയത്തിനകം തന്നെ അവർ രണ്ടുപേരും ഉറങ്ങിപ്പോയി. ഇതാണ് ശരിയായ നേരം. എങ്ങനെയെങ്കിലും ആ കൊച്ചിനെ ഇവിടുന്ന് കട്ടുകൊണ്ടുപോകണം. കള്ളൻ വീട്ടിനകത്തേക്ക് വന്നു. എന്നിട്ടവൻ തൊട്ടിലിൽ ഉറങ്ങിക്കൊണ്ടിരുന്ന ആ കുഞ്ഞിനെ കയ്യിലെടുത്തു. ആ കുഞ്ഞിനെ അവൻ എടുത്തതും തന്നെ അവൻ ആശ്ചര്യത്തിലായി പോയി. എന്താ ഇത്? ഈ കൊച്ചിന്റെ വെയിറ്റ് കൂടിക്കൊണ്ടേയിരിക്കുന്നുണ്ടല്ലോ. എന്റെ ദൈവമേ, ഈ കൊച്ചു എന്താണ് കഴിക്കുന്നത്? ഇതിനെ പൊക്കാൻ തന്നെ പറ്റുന്നില്ലല്ലോ. കുഞ്ഞിന്റെ വെയിറ്റ് സഹിക്കാതെ കള്ളൻ വീണ്ടും ആ കുഞ്ഞിനെ തൊട്ടിലിൽ തന്നെ ഇട്ടു. തൊട്ടിലിൽ കുഞ്ഞിനെ ഇട്ടതും തന്നെ കുഞ്ഞ് കരയാൻ തുടങ്ങി. കുഞ്ഞ് കരയുന്ന ശബ്ദം കേട്ടതും തന്നെ മനോഹറും മധുവും എണീറ്റു. മനോഹർ ആ കള്ളനെ പിടിച്ചു. എന്നിട്ട് അടിക്കാൻ തുടങ്ങി. എന്നെ വിട്, എന്നെ വിട്, എന്നെ വിട്ടേക്ക്. കള്ളൻ മനോഹറിനെ തള്ളി വിട്ടിട്ട് അവിടെ നിന്നും ഓടി. കള്ളൻ, കള്ളൻ, കള്ളൻ. മനോഹറിന്റെ ശബ്ദം കേട്ട് ഗ്രാമത്തിലെ ജനങ്ങളൊക്കെ തന്നെ അവിടെ എത്തി. ഇവൻ എന്റെ കൊച്ചിനെ കക്കാൻ വന്നതാണ്. ഇവനൊക്കെ മരത്തിൽ കെട്ടിവെച്ച് അടിക്കണം ചേട്ടാ. ഇല്ല, ഇവനെ പോലീസിന്റെ അടുത്ത് കൊടുക്കണം. നിങ്ങൾ എല്ലാരും എന്റെ അടുത്ത് എന്തെങ്കിലും ചെയ്യുന്ന മുമ്പ് ഞാൻ പറയുന്ന ഒന്നും ദയവായിട്ട് ഒന്ന് കേൾക്കൂ. ഈ പാവപ്പെട്ടവനായ മനോഹർ ഈ കൊച്ചു വന്നതിന് ശേഷമാണ് ഇത്രയും പൈസക്കാരനായത്. ഈ കൊച്ചു ഒരു അതിശയ കൊച്ചാണ്. ഈ കൊച്ചിന്റെ കയ്യിൽ നിന്ന് സ്വർണ്ണ നാണയങ്ങൾ വരുന്നുണ്ട്. ഞാൻ തന്നെ എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. സ്വർണ്ണ മഴയോ? അതിശയ കൊച്ചോ? ഡാ മനോഹർ, ഈ കാര്യമൊന്നും ഞങ്ങളടുത്ത് പറഞ്ഞില്ലല്ലോ. നീ ഒറ്റയ്ക്ക് മൊത്തം സ്വർണം അടിച്ചു നോക്കാൻ നോക്കുകയല്ലേ? അതെ, ഇത് വളരെ തെറ്റാണ്. ഈ കൊച്ചിന് അവകാശം എല്ലാവർക്കും ഉണ്ട്. പിന്നെ ഈ സ്വർണത്തിലുമാണ്. അതെ അതെ, ഞാൻ സ്വർണ്ണമൊക്കെ പാവപ്പെട്ടവർക്കാണല്ലോ കൊടുത്തത്. അതൊന്നും ആവശ്യമില്ല. ആ സ്വർണങ്ങൾ ഞങ്ങൾക്കും വേണം, എനിക്കും. അപ്പോഴാണ് അവിടെ ഒരു ദേവത പ്രത്യക്ഷപ്പെട്ടത്. ആ കുഞ്ഞ് എന്റെ കുഞ്ഞാണ്. ഞാൻ ആ കുഞ്ഞിനെ മനോഹറിനും മധുവിനും നൽകി, പാവപ്പെട്ടവരെയൊക്കെ സഹായിക്കാൻ വേണ്ടി. പക്ഷെ നിങ്ങൾ എല്ലാരും സ്വാർത്ഥരാണ്. ഈ കുഞ്ഞു നൽകുന്ന സ്വർണം വാങ്ങിക്കാൻ മനോഹറിനും മധുവിനും മാത്രമാണ് അവകാശമുള്ളത്. ഇതിനുശേഷം ആരെങ്കിലും അവരുടെ കയ്യിൽ നിന്നും ആ കുഞ്ഞിനെ മോഷ്ടിക്കണമെന്ന് വിചാരിച്ചാൽ പിന്നെ ഞാൻ അവരാരെയും തന്നെ വെറുതെ വിടില്ല. മധു, മനോഹർ, ഇനി നിങ്ങളാണ് ആ കുഞ്ഞിന്റെ അച്ഛനും അമ്മയും. ശരിയായ സമയം വരുമ്പോൾ ഞാൻ ആ കുഞ്ഞിനെ എന്നോടൊപ്പം കൊണ്ടുപോകും. അതുവരെ ആ കുഞ്ഞ് നിങ്ങളുടെ കയ്യിലായിരിക്കും. ഇതുവരെ നിങ്ങൾ ഈ കുഞ്ഞിനെ നന്നായിട്ട് നോക്കി. ഇനിയും ശ്രദ്ധിച്ചോളൂ. ശരി ദേവതേ. ഇത് പറഞ്ഞിട്ട് ദേവത അവിടെ നിന്നും മറഞ്ഞുപോയി. ഗ്രാമത്തിലെ ജനങ്ങൾ ഒന്നും സംസാരിക്കാതെ പോയി. ഇപ്പോൾ മധുവും മനോഹറും ആ കുഞ്ഞിനോടൊപ്പം വളരെ സന്തോഷത്തോടെ ജീവിച്ചു. വീണ്ടും അവർ പാവപ്പെട്ട ജനങ്ങളെ സഹായിച്ചുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. അബ്ദുൾ മിയായുടെ മരണത്തിന് ശേഷം അദ്ദേഹത്തിന്റെ 3 കുട്ടികളും അനാഥരായി. ഇപ്പോൾ അവർക്ക് അച്ഛന്റെ സാന്ത്വനം നഷ്ടപ്പെട്ടു. നമ്മൾ ഇനി എന്ത് ചെയ്യും? നമ്മുടെ കുടുംബം എങ്ങനെ നോക്കും? പ്രായപൂർത്തിയായ 2 കുട്ടികളെ ഞാൻ എങ്ങനെ കെട്ടിച്ചയക്കും? യാ അല്ലാ, കരുണ കാണിക്കല്ല. അമ്മേ, പുറത്തുപോയി ഞങ്ങൾ ജോലി നോക്കട്ടെ. പക്ഷെ നിനക്ക് എന്ത് ജോലി കിട്ടും? എനിക്കൊരു ജോലി മാത്രമാണ് നന്നായിട്ട് അറിയാവുന്നത്, പാചക ജോലി. നമുക്കൊരു ബിരിയാണി കട തുടങ്ങിയാലോ? പക്ഷേ അതിന് കുറെ കാശ് ആവശ്യപ്പെടുമല്ലോ.
പണത്തെ പറ്റിയോർത്ത് നിങ്ങൾ വിഷമിക്കല്ലേ. എന്റെ അടുത്ത് കുറച്ച് സ്വർണ്ണമുണ്ട്. ഒരു ദിവസം എല്ലാം ശരിയാകുമ്പോ ആ സ്വർണ്ണമെല്ലാം തിരിച്ചെടുക്കാമല്ലോ. പക്ഷെ അമ്മേ, അച്ഛൻ നിങ്ങൾക്ക് വേണ്ടി വാങ്ങി തന്നതല്ലേ. മകളെ, എനിക്ക് സ്വർണത്തിനേക്കാൾ വലുത് നിങ്ങളാണ്. ഇതിലെന്താണുള്ളത്? നമുക്കത് വീണ്ടും വാങ്ങിക്കാലോ. ശരി അമ്മേ. ഷിഫാനി അവളുടെ അമ്മയുടെ സ്വർണമെല്ലാം വാങ്ങിച്ചു. പണയം വച്ചതിനു ശേഷം അവൾക്ക് 20,000 രൂപ കിട്ടി. ആ പണം വെച്ചിട്ട് അവർ ഒരു ബിരിയാണി കട ആരംഭിച്ചു. അവർ 3 പേരും ചേർന്ന് ആ കടയിൽ ജോലി നോക്കാൻ ആരംഭിച്ചു. വരൂ വരൂ, ചൂടുള്ള ബിരിയാണി ഉണ്ട്. ഒരു പ്രാവശ്യം കഴിച്ചാൽ നിങ്ങൾ വീണ്ടും വരും. വരൂ, ചൂടുള്ള ബിരിയാണി വരൂ. നിറയെ പേര് അവിടെ ബിരിയാണി കഴിക്കാൻ വന്നു. ആ കടയിലെ ബിരിയാണി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഓ, ബിരിയാണി നന്നായിട്ടുണ്ട്. ഇത്രയും രുചിയുള്ള ബിരിയാണി എന്റെ ജീവിതത്തിൽ കഴിച്ചിട്ടേ ഇല്ല. അതെ അതെ, ബിരിയാണി നന്നായിട്ടുണ്ട്. വളരെ നന്ദിയുണ്ട് ചേട്ടാ. ഇതെന്റെ അമ്മയുടെ റെസിപ്പിയാണ്. എന്റെ അമ്മയുടെ സ്പെഷ്യൽ ബിരിയാണി. വളരെ നന്നായിട്ടുണ്ട്. അങ്ങനെ പതിയെ പതിയെ ബിരിയാണി കടയിൽ കച്ചവടം വർദ്ധിച്ചു. ബിരിയാണി കടയിൽ ആളുകളുടെ തിരക്ക് കൂടി. എനിക്ക് 2 ബിരിയാണി പാഴ്സൽ വേണം. ആ ശരി ചേച്ചി. എനിക്കും 2 വേണം. ഇപ്പൊ നദീന് ഉറക്കെ ആരെയും വിളിച്ചു കൂട്ടേണ്ട ആവശ്യമില്ല. കടയിൽ ഓരോ ദിവസവും തിരക്ക് വർദ്ധിച്ചു വന്നു. അവര് 3 പേരും ചേർന്ന് ഓർഡർ എടുക്കാൻ തുടങ്ങി. ഇതാ നിങ്ങൾ ഓർഡർ ചെയ്ത ഭക്ഷണം. ഇത് നിങ്ങളുടെ. ഇത് നിങ്ങളുടെ. 1 മാസത്തിന് ശേഷം ഷിഫ സമ്പാദിച്ച പണം എണ്ണിക്കൊണ്ടിരുന്നു. ഇന്നാ അമ്മേ, ഈ മാസത്തിൽ കിട്ടിയ ലാഭം 20,000 രൂപ. എന്ത്? അതെ അമ്മേ, സത്യമാണ്. 20,000 രൂപ. ഇത്രയും അധികം പണമോ? നമ്മൾ ചെയ്യുന്ന ബിരിയാണി നാട്ടുകാർക്ക് വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എപ്പോഴും കടയില് കസ്റ്റമറിന്റെ കൂട്ടാണ് ഉള്ളത്. യാ അല്ലാ, അങ്ങേക്ക് എന്റെ കോടാനുകോടി പ്രണാമം. നീ എന്റെ മക്കളെ അവരുടെ ജോലിയിൽ വിജയിപ്പിച്ചതിന് ഒത്തിരി നന്ദി. അമ്മേ, അടുത്ത മാസം അമ്മയുടെ സ്വർണമെല്ലാം തിരിച്ചെടുക്കാം കേട്ടോ, ഇൻഷാ അല്ലാ. ആ ദിവസം ഷിഫയുടെ കുടുംബത്തിൽ എല്ലാവരും സന്തോഷമായിരുന്നു. അവരുടെ പിതാവ് മരിച്ചതിനു ശേഷം ഇന്നാണ് ആ കുടുംബത്തിൽ സന്തോഷവും ആനന്ദവും വിളയാടിയത്. അവര് 3 പേരും ഒരുപാട് കഷ്ടപ്പെട്ട് അധ്വാനിച്ചു. രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ അവര് 3 പേരും ജോലി ചെയ്തു. ഇതെല്ലാം നമ്മുടെ 3 പേരുടെയും ഐക്യത്തിൽ നടന്നതാണ്. സത്യമാണ് ചേച്ചി. പിന്നെ നമ്മൾ എപ്പോഴും ഇതുപോലെ ഒന്നായിട്ടുണ്ടാവണം. അതെ, എപ്പോഴും. കുറച്ചു മാസത്തിന് ശേഷം 3 പേരും വണ്ടിക്കട വിട്ട് ഹോട്ടൽ ആരംഭിച്ചു. നദീൻ കൗണ്ടറിൽ ഇരിക്കാനും ഷിഫായും സനായും ബിരിയാണി ഉണ്ടാക്കാനും തുടങ്ങി. മോനെ, അതേ ടേസ്റ്റ് തന്നെ വണ്ടിക്കടയിൽ വെച്ചതുപോലെ ഉണ്ട്. തീർച്ചയായിട്ടും ഇതല്ലേ ഞങ്ങളുടെ അമ്മയുടെ റെസിപ്പി. ചേട്ടാ, ഈ ടേസ്റ്റ് തീർച്ചയായിട്ടും മാറുകയില്ല. ജനങ്ങൾ എപ്പോഴും അവരുടെ ബിരിയാണിയുടെ രുചിയെ പറ്റി പുകഴ്ത്തിക്കൊണ്ടേയിരുന്നു. അങ്ങനെ പതിയെ പതിയെ ഇവർക്ക് പാർട്ടി ഓർഡേഴ്സും കിട്ടാൻ തുടങ്ങി. മോനെ, എന്റെ വീട്ടിലൊരു പാർട്ടി ഉണ്ട്. അതുകൊണ്ട് 100 പേർക്കുള്ള ബിരിയാണി വേണം. തീർച്ചയായിട്ടും ചേട്ടാ, നാളെ തന്നെ കിട്ടും. പക്ഷേ അതേ രുചി ഉണ്ടാവണം. അതായത് ഇവിടെ കിട്ടുന്ന പോലെ തന്നെ. തീർച്ചയായിട്ടും ചേട്ടാ, നിങ്ങൾ വിചാരിക്കുന്ന പോലെ തന്നെ. നിങ്ങൾ ഒന്നും വിഷമിക്കണ്ട. ചേട്ടൻ ഓർഡർ കൊടുത്തിട്ട് പോ. 3 പേരും ഒരുപാട് സന്തോഷപ്പെട്ടു. അവരുടെ ബിസിനസ് ഓരോ ദിവസവും വളർന്നുകൊണ്ടിരുന്നു. പിന്നീട് ഒരു ദിവസം, എന്തു പറ്റി? ഈ ഓർഡർ എന്താ ഇവിടെ? കാദി സാർ വീട്ടിൽ നിൽക്കുകയായിരുന്നു. പക്ഷേ അതെന്തോ നിന്നുപോയി. അതുകൊണ്ട് റിട്ടേൺ ചെയ്തതാണ്. എന്ത് ചെയ്യാനാ, എനിക്ക് ഒരു ഐഡിയ ഇല്ല. യാ അല്ലാ, അവര് ഭയങ്കര പാവമാണ്. നീ ഒരു കാര്യം ചെയ്, ഇതെല്ലാവർക്കും കൊടുക്ക്. നമ്മുടെ ഗാദി അയ്യാക്ക് അതിന്റെ പുണ്യം കിട്ടും. ശരി മാ. തന്റെ ചേച്ചി പറഞ്ഞത് പ്രകാരം നദീൻ പാവപ്പെട്ട ജനങ്ങൾക്കെല്ലാം തന്റെ ബിരിയാണി കൊണ്ടുപോയി കൊടുത്തു. അവൻ അതിന് താല്പര്യം ഉണ്ടായിരുന്നില്ല. അവൻ ഹോട്ടലിലേക്ക് തിരിച്ചു ചെന്നപ്പോൾ സന അവിടെ ഉണ്ടായിരുന്നു. ആപ്പ എവിടെ? അവള് വീട്ടിലേക്ക് പോയി. എനിക്കൊരു കാര്യം മനസ്സിലായില്ല. ആപ്പ എന്തിനാ ഇത്രയും ബിരിയാണി പുറത്തുള്ള ജനങ്ങൾക്ക് കൊടുക്കാൻ പറഞ്ഞത്? അതും വെറുതെ. നീ എന്താ പറയുന്നേ? സന, ഇന്ന് കാദി സാർ വീട്ടിൽ നിൽക്കുകയുണ്ടായിരുന്നു. അദ്ദേഹം 100 പേർക്കുള്ള ഓർഡർ ആയിരുന്നു തന്നത്. പക്ഷെ എന്തോ കാരണം കൊണ്ട് അവര് നിക്കാൻ നിന്നുപോയി. ഇപ്പൊ ബിരിയാണി അതേപോലെ നിന്നു. ഞാൻ ആ ബിരിയാണി വിൽക്കാന്ന് വിചാരിച്ചു. പക്ഷെ ആപ്പ അത് വന്നിട്ട് ഫ്രീ ആയിട്ട് കൊടുക്കാൻ പറഞ്ഞു ആൾക്കാർക്ക്. ഇതൊരു ശരിയായ തീരുമാനമല്ലല്ലോ. ആ ബിരിയാണി കൊണ്ട് നമുക്ക് കാശുണ്ടാക്കായിരുന്നു ആപ്പ. അതെ, ശരിയാണ്. നമ്മുടെ ചേച്ചിക്ക് ഭയങ്കര നിർമ്മല മനസ്സാണ്. അതുകൊണ്ട് ഇങ്ങനെ ചിന്തിച്ചിരിക്കാം. നമുക്ക് ഒരുപാട് കാശ് കിട്ടിയല്ലോ, ഇനി നമുക്ക് പാവങ്ങളെ സഹായിച്ചുകൂടെന്ന് ചിന്തിച്ചിട്ടുണ്ടാവുമല്ലേ. ലാഭവും നഷ്ടമൊന്നും നോക്കിയിട്ടുണ്ടാവില്ല ചേച്ചി. ഇരിക്കാം. പക്ഷേ അപ്പോൾ ഷിഫ അവിടേക്ക് വന്നു. ഷിഫയെ കണ്ടതും സനയും നദീനും അവരുടെ സംസാരം നിർത്തി. ബിരിയാണി പാവങ്ങൾക്ക് കൊടുത്തില്ല നീ? എല്ലാം കൊടുത്തു. ഗാദി അയാൾക്ക് അതിന്റെ പുണ്യം കിട്ടട്ടെ അല്ലേ. അവർക്ക് എല്ലാവരുടെയും അനുഗ്രഹം നല്ലതല്ലേ. തീർച്ചയായും. സനയ്ക്കും നദീനും ചേച്ചിയുടെ ഈ തീരുമാനം തികച്ചും ഇഷ്ടപ്പെട്ടില്ല.
അങ്ങനെ അവരുടെ ബിസിനസ് തുടർന്നുകൊണ്ടേയിരുന്നു. അവർക്ക് വലിയ ഓർഡർ എല്ലാം കിട്ടാൻ തുടങ്ങി. അവരുടെ ഹോട്ടലും നല്ല രീതിയിൽ നടന്നുകൊണ്ടിരുന്നു. കുറച്ചു മാസങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു ഓർഡർ കൂടി ക്യാൻസലായി. നദീൻ, അൻസാരിയുടെ ഓർഡർ ക്യാൻസലായി. നീ ബിരിയാണി കൊണ്ടുപോയി പാവങ്ങൾക്ക് കൊടുക്ക്. ശരിയാപ്പാ. നദീൻ ശരിയെന്ന് പറഞ്ഞു. പക്ഷെ അവന് മനസ്സുണ്ടായിരുന്നില്ല. ഷിഫ വീട്ടിലേക്ക് പോയതിനു ശേഷം സനയും നദീനും ഇപ്രകാരം പറഞ്ഞു. നമുക്ക് ഈ ബിരിയാണി വിറ്റൂടെ? ഇപ്പൊ രാത്രി 10 മണിയായല്ലോ. കസ്റ്റമർ എപ്പോ വേണമെങ്കിലും വരാം. ഒരു കാര്യം ചെയ്യാം, ഇത് നമുക്ക് അകത്ത് വെക്കാം. രാവിലെ ആദ്യം ഇത് വിൽക്കാം. ഇതാണ് ശരി. അവര് രണ്ടുപേരും ചേർന്ന് ആ ബിരിയാണി എടുത്തു വെച്ചു. പിറ്റേ ദിവസം രാവിലെ കസ്റ്റമേഴ്സിന് ആ ബിരിയാണിയാണ് കൊടുത്തത്. രണ്ടുപേരും ഭയങ്കരമായിട്ട് സന്തോഷിച്ചു, ലാഭം 2 മടങ്ങിൽ കിട്ടുന്നതിന്. പക്ഷെ ഷിഫാക്ക് ഈ വിവരമൊന്നും അറിയില്ലായിരുന്നു. പിന്നീട് അങ്ങോട്ട് ഏതെങ്കിലും ഓർഡർ ക്യാൻസൽ ആയാൽ പിറ്റേ ദിവസം നദീനും സനയും ആ ബിരിയാണിയാണ് കസ്റ്റമേഴ്സിന് ആദ്യം കൊടുത്തുകൊണ്ടിരുന്നത്. ഇതുപോലെ തന്നെ പല മാസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം ഈ പഴയ ബിരിയാണി ഒരു റെഗുലർ കസ്റ്റമർ കഴിക്കാൻ ആരംഭിച്ചു. മൂന്നേ നദീം, എന്തോ ഒരു തെറ്റുണ്ടല്ലോ. ബിരിയാണിയിൽ ആ രുചിയില്ലല്ലോ. അത് എങ്ങനെ ചേട്ടാ നടക്കും? ഞങ്ങൾ എപ്പോഴും പോലെയാണല്ലോ ഇപ്പോഴും ഉണ്ടാക്കുന്നത്. ശരി മോനെ. അങ്ങനെ ക്രമേണ കസ്റ്റമേഴ്സിനെല്ലാം ബിരിയാണി ടേസ്റ്റ് മാറുന്നത് മനസ്സിലായി. ആ രുചി കസ്റ്റമേഴ്സിന് തീരെ ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ പതിയെ ഹോട്ടലിന്റെ വ്യാപാരം കുറഞ്ഞു. അപ്പോഴാണ് ഷിഫ ആലോചിച്ചത്, പെട്ടെന്ന് എന്താണ് സംഭവിച്ചത്? എന്താണ് കസ്റ്റമേഴ്സ് ആരും വരാത്തത്? ഇങ്ങനെ പോയാൽ കച്ചവടം നഷ്ടത്തിലാവില്ലേ? നദീന് അവന്റെ തെറ്റുകൾ മനസ്സിലായി. അവൻ ചേച്ചിയെ നോക്കി കരയാൻ ആരംഭിച്ചു. എല്ലാം ഞങ്ങളുടെ തെറ്റാണ്. പഴയ ബിരിയാണി എടുത്താണ് ഞങ്ങൾ കസ്റ്റമറിനൊക്കെ കൊടുത്തത്. എന്ത്? നദീൻ അവന്റെ ചേച്ചിയോട് അവൻ ചെയ്ത തെറ്റുകളെല്ലാം തുറന്നു പറഞ്ഞു. നീ എന്തിനങ്ങനെ ചെയ്തത്? അത്യാഗ്രഹം ചിന്തിച്ച് നീ ബിസിനസ് നഷ്ടത്തിലാക്കിയില്ലേ? നമ്മൾ ഇനി എങ്ങനെ കസ്റ്റമേഴ്സിനെ തിരികെ കൊണ്ടുവരും? ഞങ്ങളോട് ക്ഷമിക്കണേ ചേച്ചി. ഞങ്ങൾക്ക് അറിയില്ല ഇതുപോലൊക്കെ സംഭവിക്കുന്നു. നിന്റെ അത്യാഗ്രഹമാണ് എല്ലാത്തിനും കാരണം. 3 പേരും ആലോചിക്കാൻ തുടങ്ങി ഇനി എന്ത് ചെയ്യുമെന്ന്. അങ്ങനെ പിറ്റേ ദിവസം ഷിഫ ഒരു വഴി കണ്ടെത്തി. ഷിഫ ഒരു ബോർഡ് എഴുതി വെച്ചു. ഞങ്ങളോട് എല്ലാവരും ക്ഷമിക്കണേ. ഞങ്ങൾ ചെയ്ത തെറ്റുകൊണ്ട് നിങ്ങൾ എല്ലാവരും പഴയ ബിരിയാണി കഴിക്കേണ്ടി വന്നു. ഞങ്ങൾക്കതിൽ കുറ്റബോധമുണ്ട്. അതുകൊണ്ട് ഒരാഴ്ചത്തേക്ക് എല്ലാവർക്കും ബിരിയാണി സൗജന്യമായി നൽകുന്നതാണ്. ഇങ്ങനൊരു ബോർഡ് ഷിഫ ഹോട്ടലിന്റെ പുറത്തു വെച്ചു. കസ്റ്റമേഴ്സ് എല്ലാരും ആ ബോർഡ് കണ്ടു. സൗജന്യമായ ബിരിയാണി കഴിക്കാൻ എല്ലാവരും വന്നു. വീണ്ടും ആ ബിരിയാണിയുടെ ടേസ്റ്റ് കസ്റ്റമേഴ്സിനെല്ലാം ഇഷ്ടപ്പെടാൻ തുടങ്ങി. ഇത് ആ പഴയ ടേസ്റ്റ് തന്നെയാ. അതെ അതെ, നന്നായിട്ടുണ്ട്. ഒരാഴ്ചത്തേക്ക് ബിരിയാണി എല്ലാവർക്കും ഫ്രീ ആയി കൊടുത്തു. അങ്ങനെ അവരുടെ മനസ്സിലെ കഷ്ടമെല്ലാം മാറി. കസ്റ്റമേഴ്സ് എല്ലാം തിരിച്ചു ഹോട്ടലിലേക്ക് വന്നു. സനയ്ക്കും നദീനും എല്ലാം മനസ്സിലായി അത്യാഗ്രഹം ആപത്താണെന്ന്. അങ്ങനെ വീണ്ടും അമ്മയുടെ ബിരിയാണി പ്രശസ്തമായി.